നാട്ടിലെ ചന്ത മാത്രം കണ്ടിട്ടുള്ള എനിക്ക് ഇന്റർനാഷണൽ ചന്ത കാണാനൊരു ഭാഗ്യം കിട്ടി. പറഞ്ഞു വന്നത് നമ്മൾ മീൻ വാങ്ങാനായിട്ട് വന്നൊരു ഫിഷ് മാർക്കറ്റിൽ പോവാണ്. സംഭവം ഞാൻ വിചാരിച്ച കണക്കൊന്നുമല്ല. ഇവിടെ വന്നപ്പോൾ ഭയങ്കര നാറ്റം. അപ്പം നിങ്ങൾ ചോദിക്കും മീൻ മാർക്കറ്റിൽ പിന്നെ മീനല്ലാതെ അത്ര മണക്കുന്നു. അത് നിങ്ങൾ ചോദിക്കും, അതെനിക്കറിയാം. ദാ ഈ ഇരിക്കുന്ന മീൻ്റെ പേര് കണവ എന്നാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ കണവ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി ഇവിടെ വീഡിയോ എടുത്തു നിന്നാൽ പുള്ളിക്കാരൻ എന്നെ വല്ല തെറിയ പറയും. അതുകൊണ്ട് അത് കേൾക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് പതുക്കെ നമ്മൾ ഇവിടെ നിന്ന് സ്കൂട്ടായി. പിന്നെ പരിചയക്കാർ ഒരുപാട് പേരുണ്ട്. നമ്മുടെ കക്കയും കല്ലുമ്മക്കായും പിന്നെ അയലയും ചൂരയും അങ്ങനത്തെ കുറേ പേരുണ്ട്. പക്ഷേ അതിൽ പരിചയമില്ലാത്ത ആൾക്കാരുണ്ട്. അവർ നിറത്തിലും വലിപ്പത്തിലും ഒക്കെ വ്യത്യസ്തരാണ്. അത് ഈ ഇരിക്കുന്ന മീൻ്റെ പേര് എനിക്ക് അറിയത്തില്ല കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ കയറി പോകുമ്പോൾ ഒരാളെ കണ്ടിരുന്നു, അയാളെ കാണിച്ചു തരാൻ ഞാൻ മറന്നുപോയി. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു മീനുണ്ട്. ഇതിൻ്റെ പേരും എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല, കൂടെ വന്നവർക്കും അറിയില്ല. കുറച്ച് നേരം നമ്മൾ ആ മീനൊക്കെ നോക്കി കുത്തിയൊക്കെ നോക്കി നല്ല ഫ്രഷ് ആണോ എന്ന് അറിയാൻ. പിന്നെ നമ്മൾ ഇങ്ങനെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. അതിൻ്റെ ഇടയിൽ ഒരു ചേട്ടൻ മീൻ വെട്ടുന്നുണ്ട്. നല്ല പ്രൊഫഷണലായിട്ടാണ് പുള്ളി വെട്ടുന്നത്. നമ്മളെ കൊണ്ടൊന്നും ഇങ്ങനെ വൃത്തിയായിട്ട് വെട്ടാൻ പറ്റൂല. പുള്ളിയുടെ സ്കില്ല് നോക്കി ടൈം പോയത് അറിഞ്ഞില്ല. ഇനി നമുക്ക് മീൻ വാങ്ങണം. അതിനിടയിൽ ഇതാ ഇവിടെ ഒരു സ്രാവക്കുട്ടൻ ഇരിക്കുന്നുണ്ട്. ഇനി ഏതൊക്കെ ഇൻ്റർനാഷണൽ മീനുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അയല അല്ലെങ്കിൽ ചൂര. കുറേ നേരം ഞാൻ കുറേ മീനൊക്കെ നോക്കി കേട്ടോ. പക്ഷേ അതൊന്നും നമുക്ക് വൃത്തിയാക്കാനോ ഉണ്ടാക്കാനോ അറിയാത്തതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് ചൂരയിലൊതുക്കി 1 കിലോ ചൂര വാങ്ങി കേട്ടോ. നാട്ടിലെ ഇവിടുത്തെ 1 ദിനാറാണ്. നാട്ടിൽ 230 രൂപയൊക്കെ ഏകദേശം ആവും. പിന്നെ അതിനിടയിൽ ഒരു മിന്നാമിന്നി മീനെ കണ്ടു. അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഈ മാർക്കറ്റിൽ മലയാളികളും ഉണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് നേരം ചേട്ടനോട് വർത്താനൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അപ്പം തന്നെ അവിടെ നിന്ന് തിരിച്ചു. പിന്നെ നമ്മൾ മൊത്തം മാർക്കറ്റ് ഒന്ന് ചുറ്റി കണ്ടു. ഇതിനിടയിൽ നല്ല വലിപ്പമുള്ള മീനുകളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. അവിടെയൊക്കെ നല്ല തിരക്കായിരുന്നു. ഇതിൻ്റെ ബാക്കിൽ കൂടെ ഇറങ്ങിയാൽ പിന്നെ നമുക്ക് പച്ചക്കറി മാർക്കറ്റിൽ ഇറങ്ങാം. പക്ഷേ അവിടെ നിന്ന് പ്രത്യേകിച്ച് വാങ്ങാനും കാണാനും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അപ്പം തന്നെ തിരിച്ചു.